ഓരോ സീനിന് മുമ്പും ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് വിഷ്ണു പറയാറുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ അവസാനം പറയണമെന്നില്ല, ഈ സീനിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് എന്നോട് പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം ഇത് എന്നോട് ഒരുപക്ഷെ ഈ കഥ മുഴുവനും പറഞ്ഞാൽ ഞാൻ ആ ഒരു കൺസേണിലായിരിക്കും എനിക്ക്. പിന്നെ ബാക്കി സിനിമ ഞാൻ അഭിനയിക്കുന്നത് പോലും അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് വേറൊരു സിനിമ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അതിലിങ്ങനെ പറയുന്നുണ്ട് അവർ പിന്നെ ഞാൻ തുടക്കക്കാരി ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി ഹോംവർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നോടൊന്ന് പറയാമോ, ആരെങ്കിലും ഞാൻ ഈ മലയാള സിനിമ കണ്ടിട്ടുള്ള ആരെങ്കിലും ഇത് നിങ്ങൾ മനസ്സിലെങ്കിലും കണ്ടിട്ടുണ്ടോ, എനിക്കൊന്ന് കണ്ട് യൂട്യൂബിൽ നോക്കിയിട്ട് അതനുസരിച്ചൊന്ന് വർക്ക് ചെയ്യാനാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല, ഒരിക്കലും ചേച്ചിയോട് അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ മനസ്സിലുള്ള ആൾ എൻ്റെ ഏറ്റവും ഇതുവരെ മലയാള സിനിമ കാണാത്ത ഒരാൾ, അതുകൊണ്ട് ഞാനങ്ങനെ പറയില്ല എന്ന് എന്നോട് പറഞ്ഞത്. വേറൊരു സിനിമ ഇതല്ല, പക്ഷെ അതിൻ്റെ കഥ എന്നോട് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു മാതൃക എൻ്റെ മുന്നിൽ തന്നില്ല. ആ ഒരു എനിക്കൊന്നും ഡയറക്ടറുടെ ഒരു കഴിവാണത്. കാരണം അവരുടെ മനസ്സിലുണ്ട് ഈ ക്യാരക്ടർ എന്താണ്, അത് മാത്രം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ സിനിമയിൽ എനിക്ക് എന്തായാലും അതാണ് ഫീൽ ചെയ്തത്. ഇപ്പോൾ അതല്ലേ ഞാൻ പറഞ്ഞത്, എനിക്ക് ഡബിയാൾ ഭാഗം മാത്രമേ എന്നെ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇവർ എന്താണ് ഒരു ഔട്ട്പുട്ട് വരുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതെന്തായാലും ഈ പാട്ട് തന്നെ കണ്ടപ്പോൾ ഞങ്ങളോട് അങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു, ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു, പൂച്ച എടുക്കാൻ പറഞ്ഞു, ഇക്കൈ കൊടുക്കാൻ പറഞ്ഞു, അതൊക്കെ നടന്നു. പക്ഷേ അയ്യോ പാട്ട് നല്ല ഭയങ്കര ലോ പേസിൽ നടക്കുന്ന ഒരു നല്ല പാട്ട്, ഭയങ്കര നല്ല മനോഹരമായൊരു പാട്ടാണ്. കാരണം എനിക്ക് എനിക്കറിയില്ലല്ലോ. രണ്ട് ചോദ്യമാണ്. ഒന്ന്, ഇങ്ങനെ ഈ കഥ മുഴുവൻ പറയാതെ ഇവരെ കൊണ്ട് അഭിനയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അതെങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിനകത്തൊരു ടാഗ് ലൈൻ കാണിക്കുന്നുണ്ട്, നീ ആരെ കിളിഹിരി എന്നൊരു ടാഗ് ലൈൻ കാണിക്കുന്നുണ്ട്, അതെന്താണെന്നുള്ളതെന്ന് പറയാമെങ്കിൽ. ഇല്ല, വലിയ കോൺഫിഡൻസിൻ്റെ ഇതല്ല. പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, നല്ല കിട്ടില്ല നടി നടന്മാരാണ് അവരെല്ലാവരും, മനസ്സിലായിട്ടില്ല. ഇവരിനോടൊപ്പം സഹകരിക്കുകയാണ് ചെയ്തത്, കൃത്യമായിട്ട് പറഞ്ഞാൽ. പിന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും മനസ്സിലായില്ല. അപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളിപ്പം ഞാൻ ബ്ലസാറിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ചില രീതികൾ, ചില സംഭവങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ഞാനൊന്ന് നോക്കി. അതായത് മൊത്തമായ കഥ പറയുമ്പോഴത്തേക്ക് ഇവർ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും വരുന്നത്, ഇവർക്ക് അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ഓരോ പ്രാവശ്യം ഞാൻ പറയുമ്പോഴും ഇവരുടെ എക്സൈറ്റ്മെൻറ്റ് കൂടുന്നുണ്ട്, ഇവരുടെ പെർഫോമൻസിൻ്റെ ലെവൽ കൂടുന്നുണ്ട്. വേറൊരു തരം ജാഫർക്ക് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നീ ആരെ ലീഡ് ചെയ്യുന്നുള്ളത് നമ്മളൊരു സോങ്ങിൻ്റെ വരിയാണ്. അപ്പം നമ്മുടെ ഈ സിനിമയിൽ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി മനസ്സിലായില്ലേ, അതിനാണ് അതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഇന്നിപ്പോൾ ആ സോങ് റിലീസായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ പരിപാടിയാണ്. 5-ാം തീയതിയാണ് റിലീസ്. തീർച്ചയായിട്ടും ഇതിനിപ്പോൾ ഞാൻ രഞ്ജിത് സാറിനോട് വർക്ക് ചെയ്യുന്നുണ്ട്, ബ്ലസ് സാറിനോട് വർക്ക് ചെയ്യുന്നുണ്ട്, ലിജോ ജോസ് പല്ലിശ്ശേരി, പിന്നെ എല്ലാം ഒരുപാട് സമയത്തോട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇടുക്കിക്കാരുടെ സിനിമയാണ്. ആണോ? ഇടുക്കിക്കാരൻ്റെ സിനിമയിലെ ഞാൻ മാത്രമേ ഇടിക്കുള്ളൂ. അമ്പലം ഇടുക്കി, പക്ഷെ ഇതിന് വേറെ സ്ഥലം. ജോണറോ? അല്ല, അങ്ങനെ ഇപ്പോൾ ഇന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മാനസികാവസ്ഥ പോലെ തന്നെയാണ്. ഒരു ദിവസം പലതരം മാനസികാവസ്ഥ ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ മാറ്റി അങ്ങനെയാണോ പരിപാടി? അതങ്ങനെ ഞങ്ങളോട് സഹകരിക്കുന്നത് മാറിയതിൽ ഭയങ്കര ചൂട്, ഞങ്ങൾ പേടിച്ചു പോയി. ശരിക്കും എത്ര പേരും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, വാമ്പാളിയാ നമ്മളങ്ങനെയല്ല, എല്ലാവരും പോകണ്ടേ. പിന്നെ ഈ സിനിമയിൽ ഞങ്ങളൊക്കെ ഒന്നും കാണിക്കില്ല, ഞങ്ങളൊക്കെ പാവങ്ങളാണ്. അജീഷ ഉണ്ട്, തിങ്കളാഴ്ച നിശ്ചയത്തിലെ അർപ്പിതുണ്ട്, പിന്നെ സുയ എന്നൊരു കുട്ടിയുണ്ട്, ന്യൂ നോർമലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുട്ടിയുണ്ട്. പിന്നെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ജോയി അറക്കുളം, അതേപോലെ വന്നിട്ട് പോയി. അറക്കുളമുണ്ട്, കണ്ണൻ സാഗർ, അങ്ങനെ കുറച്ച് നല്ല കിടിലം ആർട്ടിസ്റ്റുള്ള ഒരു സിനിമയാണ്. അതായത് ഒരു ഭയങ്കര രസമായിട്ടുള്ളൊരു കുസൃതിയുള്ള ആളായിരിക്കണം, എന്നാൽ പെട്ടെന്ന് ഗൗരവമാവണം. അങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ജാഫർക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊക്കവും
എല്ലാം മരുന്നും കൊണ്ടെന്നൊക്കെ പറഞ്ഞ് ആരും പറഞ്ഞു ഏൽപ്പിച്ചു പറ്റില്ല. അതൊരു സാധനം പറഞ്ഞോട്ടെ, അത് പറഞ്ഞതാ കലാഭവമണി ദൈവമേ. ഇപ്പോൾ ഓർത്തപ്പം തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചുമ്മാ പുള്ളി ഇങ്ങനെ എൻ്റെ മീശയിൽ ഇങ്ങനെ കാണിച്ചിട്ടില്ല. ഇവിടുന്ന് പുള്ളിയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞു, എഫേ നിൻ്റെ ഒരു കടച്ചക്ക തന്നെ അതിനുണ്ട്, ഒരു കടച്ചക്ക എന്ന് പറയാം. കടച്ചക്കയുള്ള സീസൺ അല്ലാതെ അപ്പം ഞാൻ ചുമ്മാ ചോദിച്ചു, കടച്ചക്ക നിൻ്റെ ബാഗിലെല്ലാം ഉണ്ടല്ലോ. എൻ്റെ കയ്യിൽ കൂടുതൽ ഞാൻ പറയുന്നത് എല്ലാവരുടെ ഈ ചാർജിൻ്റെ വള്ളിയില്ലേ, ചാർജ് ചെയ്യണ കേബിളില്ലേ, അത് സി കേബിളും ആ കേബിളും ഈ കേബിളും മറ്റേ കേബിളും ഒക്കെ എൻ്റെ അടുത്തുണ്ട്. പിന്നെ കുളിരുണ്ട്, കത്രിയുണ്ട്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കുക. അപ്പോൾ പിന്നെ ചോദിച്ചാൽ പിന്നെ കൊടുക്കും. അപ്പോൾ ചുമ്മാ കൊണ്ട് ഒരു കടച്ചക്കാരാവോ ഒന്ന് അത് പറഞ്ഞ മനസ്സിലായില്ലേ? അതുപോലെ പിന്നെ എന്നാ പറയണേ ഇപ്പൊ ചെയ്യുന്ന എല്ലാ കഥാപാത്രം നോക്കിയാലും ഇപ്പൊ ഒന്നിനൊന്നും ഡിഫറെന്റ് ആവാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതല്ല ഇപ്പൊ ഈ ഇതിനകത്ത് ഞങ്ങൾ നോക്കുമ്പോഴും കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഡെപ്തുള്ള ഒരു കഥാപാത്രമായിട്ട് ഞങ്ങൾ ഫീൽ ചെയ്തിരുന്നു. ഇമോഷണൽ ആയിട്ടുള്ള കഥാപാത്രമാണ് നമുക്ക് വളരെ റെലവൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ്. സീരിയസ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും സീരിയസ് അല്ല, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എൻ്റേത്. പിന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമ്മളിതിനു മുമ്പും സംസാരിച്ചിട്ടല്ലേ, അപ്പോഴൊക്കെ അന്ന് ഞാൻ പറയുകയും ചെയ്തു, നമ്മളെന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ നമ്മൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുന്നവരും ആഗ്രഹിക്കണം. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. ഈ സിനിമയിൽ വിഷ്ണുവിനെ വിളിച്ചപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത്, ശ്രീകാന്തേട്ട ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇതുവരെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ശ്രീകാന്തേട്ടൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ട് ഇത് ചെയ്യാൻ പറ്റും, ഇത് സമ്മതിക്കുകയാണെങ്കിൽ. കാരണം വളരെ ചെറിയൊരു സിനിമയാണ്. ബൈ ഓൾ മീൻസ് ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ ഒരു വീട്ടിലൊക്കെ താമസിച്ച സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ബജറ്റും ഒക്കെ നമ്മളെ വളരെ കൺസ്ട്രെയിൻഡ് ബജറ്റിൽ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതൊക്കെ പറയുമ്പോഴും ശ്രീകാന്തേട്ടൻ ചെയ്ത് എന്നോടൊപ്പം നിന്നാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു കഥാപാത്രത്തെ ഞാൻ ശ്രീകാന്തേട്ടനെ കൊണ്ട് അഭിനയിപ്പിച്ച് ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമുള്ള ഒരു സംവിധായകനും ഒരു എഴുത്തുകാരനും ഉണ്ടായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്, അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു കഥ അവർക്ക് അറിയത്തില്ല, മാത്രമേ. തീർച്ചയായിട്ടും അവിടെ എനിക്കൊരു ലീനിയൻസി കിട്ടി. അത് ഞാനിപ്പോൾ റിവീൽ ചെയ്യാൻ ജാഫർക്ക് ഇടിക്കുമെന്ന് അറിയില്ല. എനിക്ക് കുറെ കൂടി ഞാൻ 2-3 വട്ടം ചോദിച്ച് ഞാൻ ചൂടിലെടുത്തു ഇതെന്താണ് പരിപാടി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. അതായത് എത്രമാത്രം തയ്യാറാണോ അത്ര കണ്ട് സിനിമയുടെ മുഴുവൻ ഫ്ലോ ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് 2-3 വട്ടം ഫോണിൽ ചോദിച്ചു. ഫോണിലാണ് സംസാരിച്ചത്. ആ കോവിഡ് ടൈമിലൊക്കെയാണ്, അപ്പോൾ സെക്കൻഡ് വേവിൻ്റെ സമയത്താണ്. അപ്പോൾ ഞാൻ മാക്സിമം എന്താണ് പരിപാടി എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അഭിനയിച്ചതും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഈ സിനിമയുടെ മുഴുവൻ കഥയും അറിയാം, പക്ഷേ ഞാൻ പറയില്ല. അറിയാമോ? മുഴുവൻ അറിയാം. അതെന്നറിയാം. അല്ലല്ല ചർച്ചല്ല, ഒരു ഡയറക്ടർ അതും അങ്ങനെയാണല്ലോ. അതൊരു അവിഹിത ബന്ധം, നല്ല ബന്ധമല്ലേ. ജാഫ്രിക്കയുടെ പ്രശ്നം 180 പടം ഉണ്ടെങ്കിൽ 151 സിനിമയിലും പോയി അഭിനയിക്കും, എല്ലാവർക്കും ഡേറ്റ് കൊടുക്കും. നമ്മളതല്ല, നമ്മളൊരു സിനിമ നമുക്കങ്ങനെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ആ സാവകാശം കിട്ടിയത് വ്യത്യസ്തമായിട്ടുള്ള പരിപാടി ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഉണ്ടായത് സന്തോഷമാണ്.